ഹായ്, പലർക്കുള്ളൊരു ഡൗട്ടാണ് പ്ലസ് വണ്ണിൽ ഏത് ടെക്സ്റ്റ് യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മൾ 10th വരെ SCRT സിലബസിൽ നിന്ന് സ്കൂളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് വെച്ച് പഠിച്ചുകൊണ്ട് 11th എത്തുമ്പോൾ NCERT ആണ് ബുക്ക് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഒറിജിനൽ NCERT വാങ്ങിക്കണോ അതോ വേറെ വല്ല ഗൈഡ് വാങ്ങിച്ചാൽ മതിയോ, അങ്ങനെ പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ ഈ ഒറിജിനൽ NCERT ബുക്ക് എന്ന് പറയുന്നത് നല്ല വൈഡാണ്, കുറച്ച് ഹാർഡാണ് ലാംഗ്വേജൊക്കെ. അതിൻ്റെ തന്നെ സെയിം സിലബസിൽ ഓരോ പബ്ലിക്കേഷൻസും ബുക്ക് പുറത്തിറക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ എക്സൽ ഗയ എന്ന് പറഞ്ഞിട്ട് 2 പബ്ലിക്കേഷൻസിൻ്റെ ബുക്കായിരുന്നു. അത് സ്കൂളിൽ നിന്ന് തന്നെ തന്നതായിരുന്നു. ലൈക്ക് അതും NCERT ഒറിജിനലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സിംപ്ലസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ ഓരോ സൈഡ് ഹെഡിങ് ആയി കൊടുത്ത് ഒരു ക്യാപ്സ്യൂൾ കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ റിസ്ക് അവിടെ കുറയും. ഇതെനിക്ക് മനസ്സിലായത് ഞാനിപ്പോൾ പ്ലസ് വണ്ണിൽ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കും പ്ലസ് ടുവിൽ NCERT ഒറിജിനൽ ബുക്കുമാണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒറിജിനൽ ബുക്ക് വേണം. അതിൻ്റെ എക്സ്ട്രാ കോളംസൊക്കെ അത് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കില്ല, പക്ഷേ CUT എന്ന് പറഞ്ഞൊരു എക്സാമിന് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് 12th നിന്ന് അത് വാങ്ങിച്ചത്. പക്ഷേ നമ്മൾ സ്വന്തം റിസ്കിൽ അത് വായിച്ച് മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് തന്നെയാണ് യൂസ്ഫുള്ളായത്. അപ്പോൾ നമുക്ക് പഠിക്കാനും ഈസി ആയിരിക്കും. ഇപ്പോൾ ഗയ, എക്സൽ പിന്നെ ഒരുപാടുണ്ട്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അല്ലെങ്കിൽ ഫേമസ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ 2 പബ്ലിക്കേഷൻസിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു.